ഹലോ പൊന്നൂസ് കണ്ണൻവേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ രാവിലെ തന്നെ അത്യാവശ്യം തെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ, മഴയൊന്നും ഇല്ല, നല്ല തെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ദേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. അപ്പമാണ് കേട്ടോ, അപ്പവും പിന്നെ അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലത്ത് പോകണം. ഒരു സ്ഥലത്ത് പോകുന്നതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. സാധാരണ സൺഡേ ഒക്കെ കുറച്ച് താമസിച്ചാണ് എഴുന്നേക്കാറ്, പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോകുന്നതുകൊണ്ട് നേരത്തെ എല്ലാവരും എഴുന്നേറ്റു. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കറി തലേദിവസം രാത്രിയിൽ ഞാൻ കിഴങ്ങ് കൊണ്ട് ചിക്കനില്ല ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ തലേദിവസം എടുത്തതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു, അത് വെച്ചിട്ട് അപ്പത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ കണ്ണൻകുട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചു കേട്ടോ. 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. മഴയില്ല, എന്നാൽ വെയിലുമില്ല, ആ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. സൺഡേത്തെ വ്ളോഗാണ് കേട്ടോ, സൺഡേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു, കുറച്ച് ലേറ്റായിപ്പോയി വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ അതേ പൊന്നുകുട്ടി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ സ്കൂളിലോട്ടാണ് കേട്ടോ പോകുന്നത്. സ്കൂളിൽ വായനാ മത്സരത്തോടനുബന്ധിച്ച് നമ്മുടെ ചേർത്തലയിൽ ഒരു ജ്വല്ലറി ഉണ്ട്, ഹാപ്പി ഗോൾഡ് എന്ന് പറയുന്നത്. അതും മാതൃഭൂമിയും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു വായനാ മത്സരം ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ടൗൺ സ്കൂളിൽ 4A നമ്മുടെ പൊന്നുകുട്ടി പഠിക്കുന്നത്. അതിൽ 4 or 5 കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് പൊന്നുകുട്ടിയായിരുന്നു, പിന്നെ വേറെയും കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും ഒന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. 2 ഗേൾസും 1 ബോയും മാത്രമേ വന്നിട്ടുള്ളൂ. അതിലൊരു ഗേള് പൊന്നുകുട്ടിയാണ്, വേറെ കുട്ടികളാരും വന്നിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. പിന്നെ നമ്മുടെ ആ സ്കൂളിൽ നിന്ന് മാത്രമുള്ള കുട്ടികളല്ലായിരുന്നു കേട്ടോ, നമ്മുടെ ചേർത്തല താലൂക്കിലെ സ്കൂളുകളിലെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഉദ്ഘാടനമാണ് കേട്ടോ, ഉദ്ഘാടന ചടങ്ങായിരുന്നു. മാതൃഭൂമി ആ ഒരു ഇതിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പത്ര ഏജൻറ്റ് ഓഫീസിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹാപ്പി ഗോൾഡ് അതിൻ്റെ മാനേജർ ചേട്ടനുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഇടയ്ക്ക് അവിടെ സ്വർണ്ണമൊക്കെ മേടിക്കാൻ പോയി, അങ്ങനെ ആ പുള്ളീനെ നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ആ ആളും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഹാപ്പി ഗോൾഡ് ജ്വല്ലറിയുടെ മാനേജർ. അദ്ദേഹവും പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് നേരമൊന്നും ഇതായില്ല, കാരണം അത്യാവശ്യം എല്ലാം താമസിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ് അവരെല്ലാവരും. അവരുടെ HM ആണ് ആദ്യം, ഹെഡ് മാസ്റ്ററാണ് ആദ്യം വിളക്ക് കൊളുത്തിയത്. അതിനുശേഷം ഓരോരുത്തരും വിളക്കൊക്കെ കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു പേപ്പർ തന്നിട്ടുണ്ട്, ഒരു ന്യൂസ് പേപ്പർ അന്നത്തെ തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു കണ്ടൻ്റാണ് നമ്മൾ വായിക്കേണ്ടത്, അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ കണ്ടൻറ്റ് വരെ അവർ നമുക്ക് പറഞ്ഞു തന്നു. ആ ഒരു ഇച്ചിരി ഗ്യാപ്പിൽ ഞാനൊന്ന് വായിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ ഒരു പ്രശ്നമെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പത്രം അധികം വായിക്കുന്നില്ല, ടെക്സ്റ്റ് ബുക്കല്ലേ വായിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കും കഥാപുസ്തകങ്ങളും വായിക്കുന്നത് പോലെയല്ല പത്രം വായിക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഏതെങ്കിലും ഒരു കഥയായിരിക്കും ഇവരെ കൊണ്ട് വായിക്കുന്നത്, കുഴപ്പമില്ലായിരിക്കുമെന്ന്. പക്ഷേ പത്രം വായിക്കുന്നത് ഇച്ചിരി ടഫായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ വായനാ മത്സരമൊക്കെ കഴിഞ്ഞു. അതിൽ പങ്കെടുത്തതിനുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ. 10 പേരെ സെലക്ട് ചെയ്യുമായിരുന്നു. പിന്നീട് ഹൈസ്കൂള് അങ്ങനെ 3 ഡിവിഷനായിട്ട്, LP, UP, ഹൈസ്കൂൾ അങ്ങനെ 3ആയിട്ടാണ് ഇവർ തരംതിരിച്ച് പരിപാടി നടത്തിയത്. അപ്പോൾ അതിൽ എന്തായാലും നമുക്കൊരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരാൻ നിൽക്കണം. അപ്പോൾ നല്ല മഴ കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ബീഫ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബീഫ്. അപ്പോൾ ഇപ്പോൾ ഈ ബീഫ് നമുക്ക് ഈ മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ഹീമോഗ്ലോബിൻ്റെയൊക്കെ കുറവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ണനാണേലും പൊന്നൂനാണേലും ബീഫൊക്കെ ഇടയ്ക്ക് കൊടുക്കണമെന്ന്, പ്രതിരോധശേഷി കൂടാനൊക്കെ ഇടയ്ക്ക്, എപ്പോഴും ഒന്നുമല്ല, ഇടയ്ക്ക് ഇതുപോലെ ബീഫ് കഴിക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് കാര്യത്തിന് നല്ലതായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ അപ്പം നെയ്ച്ചോറെന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു റൈസാണ് ഞാൻ സെറ്റാക്കിയത് കേട്ടോ. അങ്ങനെ ബീഫും കറി വെച്ചു, ചാറ് കറി പോലെയാണ് കേട്ടോ വെച്ചത് ബീഫ്. നല്ല ടേസ്റ്റായിരുന്നു. ഞാനും രാജേഷനും കൂടെ ഒരുമിച്ചാണ് കേട്ടോ കറിയൊക്കെ വെക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കിച്ചണിൽ കയറി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കേട്ടോ അത്.
ഞങ്ങളിവിടെ ഒരുമിച്ചാണ് കിച്ചണിൽ രാവിലെ എഴുന്നേറ്റാലും ഒക്കെ. ഇവിടെ ഉണ്ടെങ്കിൽ രാഷ്ന എൻ്റെ കൂടെ കയറും കേട്ടോ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ ബീഫും ഒരു റൈസ് പോലെ ജസ്റ്റ് നെയ്ച്ചോറെന്നൊക്കെ പറയാം. അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കണ്ണൻകുട്ടിനെയും പൊന്നുകുട്ടീനെയും പഠിപ്പിക്കുകയാണ് കേട്ടോ. പൊന്നുകുട്ടിയുടെ അച്ഛൻ ഞാൻ കണ്ണൻകുട്ടനെയും പഠിപ്പിക്കുകയാണ്. കുറച്ച് ഇനിയിപ്പോൾ അങ്ങോട്ട് പഠനം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പഠിക്കാനുണ്ട് 2 പേർക്കും. അപ്പോൾ പൊന്നുകുട്ടിക്ക് ചില സബ്ജക്റ്റൊക്കെ രാജേഷണം പറഞ്ഞു കൊടുക്കും, ഉള്ള സമയങ്ങളിൽ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പം എന്തായാലും വായനാ മത്സരത്തിൽ പങ്കെടുത്ത് പൊന്നുകുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, മാതൃഭൂമിയുടെ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. നല്ല സന്തോഷമുണ്ട്. എന്തായാലും 1st, 2nd, 3rd അതൊന്നും കിട്ടുന്നതല്ല, നമ്മൾ അതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിലാണ് കാര്യം. അപ്പോൾ എന്തായാലും അതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പൊന്നുകുട്ടിക്ക് സാധിച്ചു. പൊന്നുകുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതേ കണ്ണൻകുട്ടൻ എന്തോ ദായൊക്കെ ഒരുപാട് അക്ഷരങ്ങളൊക്കെ ആയി കേട്ടോ. കണ്ണൻകുട്ടൻ ഇച്ചിരി മടിയാണ് ആൾക്ക്, എങ്കിലും കുഴപ്പമില്ല. പൊന്നുകുട്ടീനെ അവിടെ അച്ഛൻ പഠിപ്പിക്കുകയാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബായ്.